ജുവാൻ ഗാർസിയ ഗോൾ കീപ്പറിന്റെ ട്രാൻസ്ഫറിലൂടെ ബാഴ്സലോണയുടെ ഒരു ചെറിയ ചീത്തപ്പേരിന് മാറ്റം ഉണ്ടാവുകയാണ് എന്നുള്ളതാണ് കേട്ടോ. യെസ്, അപ്പോൾ സ്പോർട്സ് കണ്ടന്റ്സ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് വരികയാണ്. ജുവാൻ ഗാർസിയയെ 5 ഇയർ ഡീലിന് 25 മില്യൺ, അതായത് 2030 വരേക്കുമാണ് ബാഴ്സലോണ വാങ്ങിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഞാൻ ആദ്യം പറഞ്ഞ ആ കാര്യം എന്താണെന്നുള്ളത്. അതായത് ഈ ജേഴ്സി ഇട്ട് പറയാമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തായാലും ഒരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഒരു വലിയ പരാജയം തന്നെയാണ് ബാഴ്സലോണ എന്ന് പറയുന്ന ടീം. എല്ലാ കാര്യത്തിലും അല്ല, പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്, ഈ അടുത്തുണ്ടായിട്ടുള്ള കുറേ കാര്യങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞതാണ്. ആൻഡ് വിൽക്കാൻ അറിയുമെങ്കിലും വാങ്ങാൻ അറിയില്ല എന്നൊരു ചീത്ത പേരും കൂടെ അവർക്കുള്ളതാണ്. ആ സമയത്താണ് ഇത്രയും ടാലൻറ്റഡ്, ലാസ്റ്റ് ഇയർ ലാലിഗ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ജുവാൻ ഗാർസിയ എന്ന് പറയുന്ന ഗോൾ കീപ്പർ വാസ് ലൈക്ക് എ വണ്ടർ. അടിപൊളിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. പുള്ളിയുടെ ലോങ് പാസിൻ്റെ അക്യുറസി ആവട്ടെ, സേവുകളാകട്ടെ, ഈ റിഫ്ലക്ഷൻ ആവട്ടെ, ഒരു ഗോൾ കീപ്പറിന് വേണ്ടതെല്ലാം ഉള്ള ഒരു താരമാണ്. ആ താരത്തെ 25 മില്യന് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലോട്ടറി തന്നെയാണ്. ആൻഡ് അതിനകത്ത് എസ്പാനിയോളും ബാഴ്സലോണയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ഒരു എസ്പാനിയോളുടെ അക്കാഡമി പ്രൊഡക്റ്റ് ആയിട്ടുള്ള ജുവാൻ ഗാർസിയ ബാഴ്സലോണയ്ക്ക് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ബിഗ് ഡീൽ. ഇനിയുള്ളൊരു ഏറ്റവും വലിയ പ്രശ്നം ബാഴ്സലോണ ഫേസ് ചെയ്യാൻ പോകുന്നത്, ടെർ സ്റ്റേഗൻ ഉണ്ട്, ഈ പറയുന്ന പോലെ ജുവാൻ ഗാർസിയ ഉണ്ട്. ആരായിരിക്കും നമ്പർ 1 ഗോൾ കീപ്പർ ആവുക, ഈ സംഭവങ്ങളെല്ലാം എന്നുള്ള ഒരു സംഭവമുണ്ട്. ഇനി എങ്ങനെ ഇവർക്ക് സ്കോഡിൽ വന്നിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷെ ദിസ് വാസ് ലൈക്ക് എ കിഡിലൻ സംഭവം.